സാർ, നമ്മുടെ ഈ യുവതലമുറ മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ ഫ്യൂച്ചർ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് അവർ പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഈ NGI അവരെ ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പിടിച്ചു നിർത്താൻ, എസ്പെഷ്യലി ഫോർ കേരളയിൽ തന്നെ പിടിച്ചു നിർത്താൻ എന്താണ് ചെയ്യുന്നത്? ലൈക്ക് എന്താണ് അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, ട്രസ്റ്റ്? പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും കഴിഞ്ഞ 2025 ഉള്ള ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കണക്കാണ് പറയുന്നത്. 13.5 ലക്ഷം വിദ്യാർത്ഥികൾ ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ടുണ്ട്. ഇതിനു മുന്നേ പല വർഷങ്ങളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോവുകയും സ്റ്റേക്ക് ബാക്ക് ഫെസിലിറ്റി പല രാജ്യങ്ങളിലും ഇല്ലാത്ത അവസ്ഥയിൽ അവർക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഈ പോകുന്ന വിദ്യാർത്ഥികളെല്ലാം വലിയ കടബാധ്യതയോടുകൂടിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതൊരു വലിയ സോഷ്യൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മ, അസോസിയേഷൻ എന്ന് തീരുമാനിച്ചത് കേരളത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റിഫോം ചെയ്യാനും റിവൈവ് ചെയ്യാനും ഇതൊരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് ആക്കാനും വേണ്ടി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതിൻ്റേതായ ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടെയുള്ള ഇതിൽ ലീഡേഴ്സ് എന്ന് പറയുന്ന ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ, നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എനേബിളിംഗ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റ് പെഡഗോഗിക്കൽ എക്സസൈസ്, അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും വിവിധമാർന്ന ഫാക്കൽറ്റീസ്, പ്രോഗ്രാംസ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്ന് ക്യാമ്പസ് ലൈവ് ആക്കുകയാണ്. അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പുറത്തു പോകുന്ന അവർക്ക് ഒരു സോഷ്യൽ എൻജോയ്മെൻറ്റ് കൂടി കണക്കാക്കിയിട്ടാണ്. ആ ഒരു എൻജോയ്മെൻറ്റ് ലിമിറ്റഡ് ലെവലിലെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകിക്കൊണ്ട് അവർക്ക് ഒരു ഫ്രീ മൂവ്മെൻറ്റ്, ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ, അതായത് വേറെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലേൺ വിത്ത് ഫൺ എന്ന ഒരു കൺസെപ്റ്റോട് കൂടിയുള്ള അപ്രോച്ചാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പലർക്കും അത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഈ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായിട്ടും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസ് വരികയും ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാവുകയും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ പുറത്തു പോവുകയും ചെയ്യുന്നു. പിന്നെ ഈ വിദ്യാർത്ഥികളെല്ലാം അവരെല്ലാം അൾട്ടിമേറ്റ് ലക്ഷ്യം ജീവിതം സന്തോഷത്തോടു കൂടി, എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും അവർക്ക് നടത്താൻ ഒരു സ്കില്ലുണ്ടാക്കുക എന്നുള്ള. അത് ഇൻ്റർനാഷണലി പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു കാലഘട്ടത്തിൽ കിട്ടിയിരുന്ന ഇപ്പോൾ കിട്ടാതെ ആയിട്ടുണ്ട്. തീർച്ചയായും അതിന് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടെ അനന്തമായ സാധ്യതകളാണ്. ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് ഹൈലി ടാലൻറ്റഡ് ആയ ആളുകൾ, ക്യാപിറ്റൽ, റവന്യൂ ജനറേഷൻ അത്രയധികമുണ്ട്. പണ്ട് കേരളത്തിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമാണ് കാശ് വന്നിരുന്നതെങ്കിൽ ഇന്ന് ഓൾ ഓവർ ദ വേൾഡ് ഇവിടേക്ക് റെമിറ്റൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അൺയൂസ്ഡ് ആയിട്ട് ബാങ്കുകളിലൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം ചെറുപ്പക്കാർ അവരുടെ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരം ഫാദേഴ്സ് ആയാലും അല്ലെങ്കിൽ പാരൻസ് ആയാലും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ എക്കണോമീനെ റെവല്യൂഷനൈസ് ചെയ്യാൻ ഈ കുട്ടികൾക്ക് കഴിയും. അത് തീർച്ചയായും കേരളത്തിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ, അതിനുള്ളൊരു ഫൗണ്ടേഷൻ നൽകാൻ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങളിലും സ്കില്ലിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഓണ്ടർപ്രണർഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അതുപോലെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വളരെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചോടുകൂടി ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ അവരെവിടെ പോയാലും സക്സസ്ഫുൾ ആകുമെന്ന് ഉറപ്പ് വരുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് വരും കാലഘട്ടത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നുണ്ട്, ഇനി ഇന്ത്യയിൽ നിന്നുള്ള അങ്ങോട്ടുള്ള പോക്ക് കുറയും, തിരിച്ച് ഇനി റിവേഴ്സാണ്. ഈ വരാൻ പോകുന്നത് പുറമേ നിന്നുള്ള വിദ്യാർത്ഥികൾ കേരളം പോലെയുള്ള സംസ്ഥാനത്തേക്ക് പഠിക്കാൻ വരുന്ന ഒരവസ്ഥ മേ ബി ഇൻ 1 or 2 years ടൈം ഉണ്ടാവും. അതിനുള്ള സെറ്റപ്പ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു, എഡ്യൂക്കേഷൻ റിഫോംസ് വന്നുകൊണ്ടിരിക്കുന്നു. നാഷണൽ ലെവലിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും അത്രയും ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കും. തീർച്ചയായിട്ടും വളരെ ശോഭനമായ ഒരു ഭാവിയാണ് എഡ്യൂക്കേഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതിനുള്ളൊരു ഉത്തരം എന്ന നിലയ്ക്ക് പറയാൻ കഴിയാം. വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ക്രിയേറ്റീവായി ഒരു ഫണ്ണും ലേണും കൂടെ മിശ്രിതമായി പഠിച്ച് ഏറ്റവും നല്ല ആളുകളായി മാറാൻ പറ്റും.